impossible for mortals or humans is possible for God. And that is the key of the whole passage and the whole issue. This person was rich and he had a good standing in the society and also knew and was following all the commandments Moses had given him. Now, there are a lot of people who believe that if you perform few duties and follow certain statutes, things will be easier. Now, that is what happens with every community and every individual. When things are being followed through, it becomes a habit and a pattern, and will think that it will bring joy and happiness. പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങൾ സുഖമാകും എന്നാണ് വിചാരം. അതിൽ ഒരു മുൻവിധി നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒരുപക്ഷെ ആളുകൾക്ക് അവരവരുടെ സ്ഥാനത്തെക്കുറിച്ചും അവരവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഈ ധാരണപ്പിശക് ഉണ്ടാകാവുന്നതാണ്. കുറെ കാലം മുമ്പാണ് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും പ്രശ്നം എൻ്റെ അടുത്ത്. അതേക്കുറിച്ച് അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് പരമ്പരാഗതമായി പകർന്നു കിട്ടിയ ഭർത്താവ് ആരായിരിക്കണം എന്നുള്ള ധാരണ ചെലവാകാറുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ആരായിരിക്കണം എന്നുള്ള ഭാര്യയുടെ ധാരണയും ചെലവാകാറുണ്ട്. കാലത്തിന്റെ ഗതിയിൽ പുതിയ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ധാരണകളെ പരിവർത്തനപ്പെടുത്തുന്നു. Jesus was addressing the people, and one of the accusations the Jewish leaders raised against Jesus was he was not quite following the commandments and statutes given by the earlier fathers of the church. Of course, if you read chapter 5 of the Gospel according to Matthew, you will see Jesus say, "You have read such and such thing in the Old Testament, but I tell you." പഴയ നിയമകാലത്ത് ചില കാര്യങ്ങൾ സമൂഹത്തിന്റെ സാഹചര്യം അനുസരിച്ച് പറയുന്നതാണ്. പക്ഷെ മാറിയ സാഹചര്യത്തിൽ അത് ശരിയായിരിക്കണം എന്ന് നിർബന്ധമില്ല. This is where we need to put our faith in perspective. What is religion? Religion, in general terms, is faith put in context of culture. Now, how do we live our religion, our faith? ജീവിത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തെ അനുഷ്ഠിക്കാൻ സാധിക്കും. And that's one thing we have problem with our young people in a different context. അത് ഡയസ്പോറ സിറ്റുവേഷൻ എല്ലാം പ്രശ്നമാണ്. കേരളത്തിൽ നിന്ന് വന്ന പ്രായമായ എന്നെ പോലെയുള്ള ആളുകൾ, എനിക്ക് പ്രായമായി ഞാൻ ചിന്തിക്കുന്നില്ലെങ്കിൽ വേറെ ചില ആളുകൾ ചിന്തിക്കുന്നു. ഇന്നലെ മുതലേ പല ആളുകൾ പുസ്തകം ഉൾപ്പെടെ ആളുകൾ പറഞ്ഞിരുന്ന വയസ്സായി. ഞാൻ പറഞ്ഞ് ഗോവയുടെ ഒരു പുതിയ പേരിലുണ്ടാക്കുന്ന ഇവിടെ പറയില്ല, അത് ദേശത്തോടാണ്. നമ്മളെയൊക്കെ with the innocent nostalgia, we want to create small Malayali communities here where we can. ജോലി സ്ഥലത്ത് അത് നടക്കില്ല. ചിലർക്കായിട്ട് കൊടുക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു ലുങ്കിയും ഒരു കുറിയും കൊണ്ട് വളർത്തുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം. പക്ഷെ അത് നടക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭാഷയിൽ സംസാരിക്കുക, നമ്മുടെ ഭാഷയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ ചെയ്തിരുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ
church according to them for peace of mind and for some studies. ഇത് കാലഘട്ടത്തിന്റെ മാറ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ നാട്ടിൽ പള്ളിയിൽ പോവുകയും ചുറ്റിപ്പറ്റി നിന്ന് വർത്തമാനം പറയുകയും ആളുകളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും പരാമർശിക്കുകയും ഒക്കെ ശീലമായി. But when there is a new environment, unless we switch over, we will have a problem. അതുകൊണ്ടാണ് പലരും കേരളത്തിൽ തന്നെ ഒരു 40% കൂടുതൽ യുവാക്കൾ പള്ളിയിൽ വരുന്നത്. Once they get into college or to some technical studies, we don't see them anymore. പക്ഷെ അവര് ആത്മീയത നഷ്ടപ്പെടുന്നവരല്ല. ചിലപ്പോൾ ചില ചെയ്യുന്നത് തെറ്റായ സ്ഥലത്തായിരിക്കും. ചില ന്യൂ ജനറേഷൻ കമ്മ്യൂണിറ്റീസിലൊക്കെ ചെന്ന് പോക്കറ്റിലുള്ള കാശ് മുഴുവൻ അവർ വിടുന്ന അവസ്ഥ ഉണ്ടാകാറാണ്. പക്ഷേ they are not comfortable with what is happening in our communities. അവിടെ പഴയതിനെ പിടിച്ചു നിർത്താനുള്ള നിർബന്ധം പലപ്പോഴും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. This fellow is a rich person. He was a ruler and he was following all the statutes and guidelines of the community, which of course should have put him in a comfortable position. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. പള്ളിയിൽ വിവിധ സ്വാധീനം ഉണ്ടാകുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറച്ച് കാശുള്ള ആള്, അല്ലെങ്കിൽ കുറച്ച് ഒച്ചയിൽ വർത്തമാനം പറയുന്ന ആള്, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ എല്ലാ കൽപ്പനകളും പാലിക്കുന്നു എന്ന് പറയുന്നു, പിന്നെ തിരുമേന്മാരുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ആള്, ഇവരൊക്കെയാണ് സാധാരണ പള്ളിയിൽ അംഗീകരിക്കപ്പെടാറ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, but still he was not happy with this life. Restless. Why? That's the question. Now the world is in turmoil. People are always asking this question: what is the way out? How can I be happy? And how can I make my life better? This is where the answer given by Jesus comes to our attention. We try all our best to make it better, but something goes somewhere. 2 days back, I was talking at length to a person in San Francisco. He was on a top position in Nokia Systems. From 1st of this month, he is out of job. He has 2 kids and a wife who is not working. And he puts a block in front of him, which he is not able to overcome or even face. There are people who break down at that moment. ധാരാളം ആളുകൾ കേരളത്തിൽ നമ്മുടെ പിള്ളേരെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ we are actually torturing them. 2 വയസ്സാകുമ്പോഴേ കഴുത്തിൽ കുറുക്കുവിട്ട് കാലിൽ പട്ടീസൊക്കെ കെട്ടി ഈ സോക്സിന്റെ കാര്യമാണ്. ഒരു ഷൂ ഇട്ട് വണ്ടിക്ക് കയറ്റി വിടുക, പിന്നെ തിരിച്ചു വരുന്നത് വളരെ വൈകിയാണ്. The burden of learning has become too heavy that children can't handle it anymore. And that is when in school campuses, in primary school campuses, drug has become a common habit. ആളുകൾ അങ്ങനെ പോകും. കേരളത്തിൽ നിന്ന് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയും കൊല്ലം ജില്ലയും തമ്മിൽ ആണ്ടുതോറും മത്സരമാണ്. ആരാണ് ക്രിസ്മസ് ഈസ്റ്ററിന് കൂടുതൽ പങ്കുവയ്ക്കുന്നത്? Because people are under a lot of pressure. ഇത് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഗ്യാസിന്റെ. ഇന്നലെയാണ് പറയുന്നത് ഇപ്പോൾ
പദ്ധതി നടപ്പാക്കാനാണ് പറയുന്നത്. And that may not be the right thing to do. യേശു തമ്പുരാനത് പരിശ്രമിച്ചതാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്നായിരുന്നു ആഗ്രഹം. It didn't work that way. Rather, he surrendered himself to the will of God, and that brought him not death, but resurrection after death. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു നിർണായകതയാണ്. Submit ourselves to the will of God. അത് പറയുന്നത് പോലെ എളുപ്പമല്ല എന്ന് പറയുന്നിരിക്കുക. പക്ഷേ looking at things and turning around the events and talking to people, we will be able to see what God wants us to do in our life. അതല്ലാതെ നമ്മൾ ഉറക്കത്തിൽ കണ്ട സ്വപ്നവും ജീവിതത്തിൽ കാണുന്ന ധാരണകൃഷ്ണങ്ങളും മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ നമ്മെക്കുറിച്ചുള്ള ചിന്തകളും എല്ലാം വെച്ചുകൊണ്ട് ജീവിക്കാൻ ആ ജീവിതത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് പ്രശ്നമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യം നടക്കാതെ. രണ്ട്, ദൈവത്തിന്റെ കാര്യം ആഗ്രഹം നടക്കാതെ വരുന്നത്. നമ്മുടെ സൃഷ്ടി എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ പദ്ധതി നടപ്പാകുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നത്. This young person was rich and had a lot of standing in the society, still was not a happy person because he did not seek what is good in his life as God thought about it. ലോകത്തിൽ ധാരാളം ധാരണകളും ധാരണകൃഷികളും ആ ധാരണകൃഷികളും ധാരണകളും അല്ല നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കും. മറിച്ച് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ധാരണകൾ. കന്യാമറിയാം അവസാനം വരെ ക്രിസ്തുവിന്റെ ഒരു നിഴലായി പരാതി പറയാതെ, പിറുപിറുക്കാതെ, തർക്കിക്കാതെ, കലഹിക്കാതെ നടക്കാൻ കാരണം ഒരൊറ്റ വാക്കാണ്. Jesus was taken to the temple at the age of 12 and was not coming back with his parents. Mary complained, "We were looking for you everywhere." Then Jesus said, "Don't you know that it's my duty to be in the house of God?" He was always in the house of God, whether he was in the temple or whether he was with people or whether he was on the cross. He was always in the temple of God. And there he experienced the presence of God. നമ്മൾ റോഡിലായിരിക്കുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ എപ്പോഴും നാം ദൈവത്തിന്റെ ഭവനത്തിൽ തന്നെ ആയിരിക്കാൻ ഈ പള്ളിയിലായിരിക്കുന്നത് പോലെ തന്നെ എപ്പോൾ അവനെ ശ്രദ്ധിക്കുകയും അവന്റെ ആഗ്രഹം നമ്മിൽ നിറവേറണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. So the greatest prayer that we ever can say is, "Let thy kingdom come and your will be done in my life." ഇത് ഈ മനുഷ്യന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലൂക്കോസ് എഴുതിയ സുവിശേഷം, പക്ഷെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഈ വാക്കാണ്. Because that was too much for him. He wanted his plan to be worked out in his life and yet enjoy life, joy and happiness.
my Father, unto your hands I submit myself. This should be our way of life. What may come, we will submit our lives into the feet, unto the feet of our Lord. And that is the message of the cross. We are having the 6th Sunday of our feast after the Feast of the Cross. This is the way of the cross. Surrender ourselves before our Lord, and we will truly enjoy joy and happiness in our lives. In അവസാനിപ്പിക്കുന്ന നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യങ്ങൾ പറയുന്നു. 2001 മുതൽ ഞാൻ പറഞ്ഞതാണ്. അതിനിടയ്ക്ക് ഒരിക്കലും പറയാത്തൊരു കാര്യം പറയണമെന്ന് നിർബന്ധിച്ച് നാട്ടിൽ നിന്ന് ആളുകൾ പറഞ്ഞു പറയും. എനിക്ക് പരിചയമുള്ള കാര്യമല്ല, പറയാൻ ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷെ പറയേണ്ട രീതിയാണ്. നിങ്ങൾക്കറിയാം, നാട്ടിൽ നിന്ന് സമാപനത്തെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല. പല പള്ളികളും വളരെ സമാധാനത്തോടെ നടത്തിയാത്ത കാലത്ത് പോവുകയും പ്രശ്നമാവുകയും പോലീസും സർക്കാരും എല്ലാം നിഷ്ക്രിയരായി നിസ്സഹായരായി നമുക്ക് നിൽക്കേണ്ട രീതികൾ വരികയും ചെയ്തു. അതിൽ പ്രധാനമായിട്ടും 3 ഭദ്രാസനങ്ങളാണ് അഫക്റ്റഡ് ആകുന്നത്. അതാണ് ഈസ്റ്റ്, വെസ്റ്റ്, തൃശ്ശൂർ ഭദ്രാസനം. പലയിടത്തും പോലീസ് ഇടപെടുകയും ചാട്ടും ബന്ധങ്ങളും നമുക്കറിയാം. പ്രവാചകനെ ഉപവാസം ഇരിക്കേണ്ട രീതികൾ വരെ വന്നു ചേർന്ന് ചില ആളുകൾ ഇഷ്ടപ്പെട്ടില്ല, ചില ആളുകൾ വളരെ ഇഷ്ടപ്പെട്ടു, ചില ആളുകൾ അതൊന്നും ഉണ്ടാകും, ഞാൻ ഒരാളല്ല എന്ന രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്യണം. ഇത് ധാരാളമായിട്ട് എൻ്റെ ഭദ്രാസനം നടക്കുന്നതാണ്. അവിടെയെല്ലാം കൂടുതൽ വഴക്കിന് പോകാൻ കഴിയുന്നിടത്തോളം സ്റ്റാഫുകൾ ഉണ്ടാക്കി നമ്മുടെ ആളുകൾക്ക് ആരാധന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഷൊർണൂരിനും ആലത്തൂരിനും ഇടയ്ക്ക് പഴയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 150ഓളം വീട്ടുകാരുള്ള ഒരു ഇടവകയാണ്. കുറേ ആളുകൾ നിഷ്ക്രിയരായി നിൽക്കുന്നുണ്ട്. ബാക്കി ഒരു 70 വീട്ടുകാരോളം അവിടെ പത്രമാകെ കയ്യേറിയതുകൊണ്ട്, പള്ളി കയ്യേറിയതുകൊണ്ട് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ അച്ഛൻ്റെ കഥ പറഞ്ഞാൽ ഒരു അല്പം നാമഭാവത്തിൽ പറഞ്ഞാൽ കാലത്തെ കണ്ടുപിടിച്ച് വഴിയിൽ കിടക്കുകയും വൈകുന്നേരം കണ്ടുപിടിച്ച് കാലിൽ കിടക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആ കൂട്ടത്തിൽ കൂടുന്ന ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് സന്തോഷമാണ്. പക്ഷെ അത് സഹിക്കാൻ സദയത്തിൽ നിൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് വലിയൊരു പള്ളി ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഈ വർഷാവസാന ആളുകളാണ് നല്ല കാര്യം ചെയ്യാൻ കാശുണ്ടെങ്കിൽ ബാക്കിയുണ്ടായി അതേക്കുറിച്ചൊരു കുറിപ്പോ അച്ഛൻ്റെ കയ്യിലോ ട്രസ്റ്റിയുടെ കയ്യിലോ കൊടുത്താൽ ആ ഇടവകയ്ക്ക് ഒരു പള്ളി ഉണ്ടാക്കാൻ സഹായമായിരിക്കും. നിങ്ങൾക്കറിയാം, ഈ കാലത്ത് പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഭദ്രാസനത്തിനൊരു 30 സെന്റ് സ്ഥലമാണ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് തീർത്ത് ആരാധനാ സൗകര്യം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ പള്ളിക്കാരുടെ ഒരു താല്പര്യമാണ് ഞാൻ പോകുന്നത് ഈ കാര്യം പറയുകയും കിട്ടുന്ന മേടിച്ച് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ അറിയിക്കുന്നു. ഒരു ഇതുവായിട്ടായിട്ടാണ് നിർബന്ധമായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. പക്ഷേ അത് സഹകരിക്കാൻ താല്പര്യം